ജയ് ജവാൻ ജയ് കിസാൻ. കൃഷ്ണ ഗുരുവായൂരപ്പ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. എന്റെ അവസ്ഥ നിനക്കറിയാലോ. എന്റെ വീടിന്റെ അവകാശം കിട്ടിയ കാരണം ഈ വീടൊന്ന് പണിയാൻ പറ്റി. എന്റെ കർത്താവേ, ഞാനിതൊക്കെ ആരോടാ ഈ പറയണേ? ഇന്ന് കാലത്ത് ഇവിടുന്ന് കുളിച്ചു കുട്ടപ്പനായിട്ട് പോയ ആളാണ്. കൃഷ്ണനെ പോലെ പേരുള്ള ഒരാൾ ഇവിടെയുണ്ട്. രാവിലെ പോയി കഴിഞ്ഞാ 4 കാലുമല വരെ കണ്ണാ. ഇവിടുന്ന് കാലത്ത് ജോസ് ആയിട്ട് പോയി. തിരിച്ചു വരുമ്പോ ബെൻ ജോൺസൺ ആയിട്ടായിരിക്കും ഇനി ഇങ്ങോട്ട് വരാൻ പോണത്. അങ്ങേരുടെ കൂടി ഒന്ന് നിർത്തി തന്ന കണ്ണാ. ഗുരുവായൂർ വന്ന് ഞാൻ ഒറ്റടി പ്രദക്ഷിണം ചെയ്യാം. നിനക്കൊരു പാർസൽ വന്നിട്ടുണ്ട്. അതെ വരണപ്പച്ചാ. ഭഗവാനെ കാത്തോളിനെ കണ്ണാ. ഭഗവാനെ വന്നല്ല മുതലേ. ഇനി നിങ്ങക്ക് പകടി കൊണ്ടുവരണ അകത്ത് കയറാനി. ഇങ്ങോട്ട് വാ നിങ്ങള്. ഓ, നിനക്ക് എന്റെ മനസ്സിലായ? ഞാൻ കിക്കി ജോസഫ്. എന്നെ മനസ്സിലായ? ഞാനേ PALC, പനക്കപ്പറമ്പിൽ ആന്റണി മകൾ എൽസി. നിന്നെ കേട്ടി പ്രസ് ചെയ്തെങ്കിൽ പേടിയല്ലടി ഇരിക്കുന്നത്. എന്നെ എന്തെങ്കിലും പറഞ്ഞോ, പക്ഷെ എന്റെ അപ്പനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം പറഞ്ഞേക്കാം ഞാൻ. ചോറ് ഇല്ലടി രാമകൃഷ്ണന്റെ മോളെ. ഇന്ന് കറിക്കെന്താണ്ടി വെച്ചേക്കണത്? ചമ്മന്തി ഉണ്ടാക്കിട്ട് വേണി വന്ന് തിന്നോ. ഓ, ഇന്നലെ രാത്രി ഒരു മുട്ട പറക്കാൻ പറഞ്ഞപ്പോ നിനക്ക് സമയമില്ല. എനിക്ക് സൗകര്യം ഉണ്ടായില്ല. ഈ കളവരുണ്ടല്ലോ, നീ പോർക്കറച്ചൊക്കെ തള്ളി കൊടുക്കണ്ടല്ലോടി. എന്റെ അപ്പ, നിനക്ക് ഒരു സത്യം അറിയോ? എനിക്ക് വഴി നടക്കാൻ പറ്റണില്ല. വളിയരാനിയുടെ മരുമോനെ എന്നാണ് ആൾക്കാര് പറയുന്നത്. ഓനമ്മോ പണ്ടാറാണ്. ഓ, നിന്നോട് ഞാൻ പ്രകാശപ്പെട്ടിട്ട് ഞാൻ ഇയാൾക്ക് ചക്കക്കുരു പരിപ്പ് കൊടുക്കരുത്. കേൾപ്പൂടിയാത്ത പുല്ലേ ചമ്മന്തി അല്ലേ ശരിയാക്കി തരാം. പാതിലടിച്ച് ഇനി പാതിര കുർബാന തുറക്കും. അയ്യോ, ആ ദുഷ്ടൻ എന്നെ കൊന്നേ. The next day. ഓ എന്റെ പൊന്നെ, എന്തൊരു കൊതുകാണ് ഈശ്വരോ. ഓ എന്തിയ ശോഭേ? ശോഭ ആന്റി, എൽസി ആന്റി. നീയാ മോളാ? ആന്റി. ആഹാ, എന്തേ? ദേ, ഇത് അമ്മ തന്നയച്ചതാ. ഇത് ശോഭ ആന്റിടാ, ഇത് എൽസി ആന്റിടാ. അതെങ്ങനെ അവിടെ വന്നു? ഇന്നലെ നിങ്ങൾ തല്ലൂടിയില്ലേ? ഇതൊക്കെ ഞങ്ങളുടെ മതിലിന്റെ അപ്പുറത്താ വന്ന് വീണത്. അന്ന് ഞാൻ പോട്ടെട്ടാ. ശരി മോളെ. എന്റെ എൽസിയെ കുളിച്ചൊരുക്കി പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് ചായപ്പൊടി ഉണ്ടായിരുന്ന 300 ഉറുപ്പ്യം കൊണ്ടാ പോയേക്കണം. വെറുതെ അല്ല, ഞാൻ ആ പാലുകാരന് കൊടുക്കാൻ വേണ്ടിട്ട് ഒരു 200 രൂപ അവിടെ വെച്ചിട്ടുണ്ടായി. അതും ഏറ്റിക്കൊണ്ട് പോയിട്ടുണ്ട്. ഇനി എന്തു കോലത്തിലാണോ വന്ന് കേറണേന്ന് ദൈവത്തിന് മാത്രം അറിയാൻ പാടുള്ളൂ. പൊന്നെ, ആ പാലുകാരൻ ചേട്ടന് ഒരു പൊടി കൊണ്ടു തന്നു, പൊടി മാറ്റാനെന്നും പറഞ്ഞു. വീട്ടിലെ ഒരു പൂച്ചക്ക് ഇത്തിരി കൊടുത്തിട്ട് അത് ചത്തു. അങ്ങേർക്ക് ഒരു കുലുക്കവും ഇല്ല. അത് നോക്കിയേ, മനുഷ്യരുടെ വെട്ടത്ത് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ ഒരു പാത്രവും ഇല്ല വീട്ടില്. ഇതിന്റെ കോലം നോക്കി. അതതില്ല. അയാളെ വിളിച്ചിട്ടേ നമുക്ക് വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ചോദിക്കാൻ. ഞാൻ ചോദിക്കും. ഹലോ ഹലോ, പാലിന്റെ കാശൊക്കെ ഞാൻ തരാന്നേ. ഇത് വേറൊരു അത്യാവശ്യ കാര്യം പറയാനാ. ആ പൊടിയൊന്നും കൊടുത്തിട്ട് ഒരു കുറവുമില്ല. ഞങ്ങളുടെ കാശ് പോയതല്ലാണ്ട് ഒരു മാറ്റൂല. വേറെ എന്താ മാർഗം? കുഴപ്പമില്ല, നമ്മുടെ വേറെ ഐഡിയ ഉണ്ട്. ഓ എന്റെ പൊന്നു ശോഭേ, ഈ സുഗുണൻ ഇപ്പൊ വരൂന്നും പറഞ്ഞ എത്ര നേരമായി സുഗുണ നോക്കി നിക്കണു.
ഇത് കൊടുക്കുമ്പോൾ കാര്യം. ഇത് മാറ്റി വെച്ചോട്ടാ. ചോറിറ്റും കഴിഞ്ഞ് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. അന്താറം ശോഭേ ശോഭേ എൽസി ആ, ഇതാരത്? കേക്ക് ജോസാ. ഇനി ഇവിടുന്ന് എൽസി ഇങ്ങനെ തന്നെ. ഇങ്ങനെ എന്താണ് വാ ജോസഫ്, വാടാ മോനെ, വാ വാടാ. ഇതാര് ചൂപ്രന്റെ മോനാ? ബിരിയാണി വെച്ചിട്ടുണ്ട്. ആ പിന്നെ വെറുതെ ഞങ്ങൾ അടിച്ചിട്ടൊന്നും തോന്നാഞ്ഞത്. വാ ഇങ്ങോട്ട് വാ. Flashback. The next day. ജോസേ എന്ത് പറ്റിയത്? എന്ത് പറ്റിയെന്ന് ഒന്നും പറയണ്ട. ഇന്നലെ മെനക്ക് അവള് തന്നു. അല്ല നിനക്കിതെന്ത് പറ്റി? എനിക്കും കിട്ടിയടാ. എടാ നമുക്കിനി അടി നിർത്താം. നമ്മളടി തുടങ്ങിയാല് അവര് നമ്മളെ ഇടി തുടങ്ങും. ലാസ്റ്റ് ചേസ് പറഞ്ഞ നിർത്താം. അത് മതിയല്ലേ? അത് മതി. അങ്ങനെ ചെയ്യാം.